സകല നാമത്തിനുമേലായ യേശു കർത്താവിന്റെ നാമം മാത്രം മഹത്വമെടുക്കുകയാണ്. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞ് സംഖ്യാപുസ്തകം 6:24, 25, 26 വാക്യങ്ങൾ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപ ഉള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് സൗദി അറേബ്യയിലായിരിക്കുന്ന മരുഭൂമിയുടെ സമനിലത്തിൽ സമാഗമന കൂടാരം നിവർത്തി 5 യാഗങ്ങളെ ദൈവത്തിന് മുൻപിൽ അർപ്പിച്ചിട്ട് മടങ്ങുന്ന ജനത്തിന് ഈ അനുഗ്രഹ വചനങ്ങളാണ് പുരോഹിതന്മാർ അതെ അനുഗ്രഹിച്ച് നൽകിയത്. ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ആലയത്തെ പണിതപ്പോഴും ആ പതിവ് മാറിയതേയില്ല. 5 യാഗങ്ങളെ നിങ്ങൾക്ക് ലേവ്യ പുസ്തകം ആദ്യത്തെ 7 അധ്യായത്തിൽ വായിപ്പാൻ തക്കോണം കഴിയുന്നു. ആ 5 യാഗങ്ങൾ അർപ്പിച്ച് കടന്നു പോകുന്നതായ ജനത്തെ നോക്കി ഈ 3 അനുഗ്രഹ വചനങ്ങൾ പുരോഹിതന്മാർ അതെ ഇവണ്ണം പറഞ്ഞു: യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകട്ടെ. അതിന്റെ 2ാം ഭാഗം ആദ്യ ദിവസം നാം കേട്ടു, ദൈവത്തിന്റെ കൃപ. ഇന്നലെ രാത്രി ശക്തമായി നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന്റെ അനുഗ്രഹം. ഇന്ന് രാത്രി നാം കേൾക്കുവാൻ വേണ്ടി പോകുന്നത് ദൈവത്തിന്റെ സമാധാനം. ലോകത്തിൽ 2 കൂട്ടരാണ് സ്തോത്രമുള്ളത്. സമാധാനം ഇല്ലാത്തതായ വലിയൊരു കൂട്ടവും സമാധാനം ഉള്ളതായ ഒരു ചെറിയൊരു കൂട്ടവും. ആർക്കാണ് സമാധാനം ഇല്ലാത്തത്? തിരുവചനം കൃത്യമായി പറയുന്നു, പണവും പദവിയും സ്ഥാനവും മാനവനും ഉള്ളവൻ അല്ല. പകരം ആർക്കാണ് സമാധാനം ഇല്ലാത്തത്? യെശയ്യാവിലൂടെ ദൈവം പറഞ്ഞു, ദുഷ്ട മനുഷ്യർക്ക് സമാധാനം ഇല്ല. ദുഷ്ട മനുഷ്യർക്ക് സമാധാനമില്ല. മനുഷ്യർ എത്ര ഉന്നതനെങ്കിലും എത്ര ലോക പ്രസിദ്ധരാണെങ്കിലും അവർക്കൊരിക്കലും സ്തോത്രം യേശു കർത്താവിന്റെ സാന്നിധ്യം ഇല്ലയോ? യേശു ഇല്ലാത്തവന് സമാധാനം ഇല്ല എന്ന് വേദപുസ്തകം പറയുന്നു. വലിയൊരു രാഷ്ട്രീയ നേതാവ് ലോകത്തെ നടക്കുന്ന ക്രമത്തിൽ അംഗരക്ഷകന്റെ വെടിയേറ്റ് മരിച്ചു വീഴുകയുണ്ടായി. ഇന്ത്യ ടുഡേ എന്നറിയപ്പെടുന്ന സെക്യുലർ മാഗസിനിൽ പിന്നത്തേതിൽ ആ റൈറ്റപ്പ് ഇപ്രകാരം കടന്നു വന്നു. അവർ മരിച്ചു വീഴുന്നതിന് ചില ആഴ്ചകൾ കൊണ്ട് എല്ലാ രാത്രികളിലും അവരിങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. അത്രേ ലോകപ്രസിദ്ധിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ മുൻനിരയിൽ നിന്നതായ ഒരു ലീഡർഷിപ്പിൽ ഇരുന്നതായ വ്യക്തിയാണ്. പക്ഷേ എല്ലാ രാത്രികളും ഉറങ്ങി വരുമ്പോൾ നിലം തൊടാതെ വെള്ള സാരി വരിച്ചു ചുറ്റി തലമുടി അതെ അഴിച്ചിട്ട ഒരു ഭീകര സത്വം ആ റൂമിൽ ഉലാവുന്നത് അവർ കാണും. ആ ഭീകര സ്വത്വം ഉലാവുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടും. ലൈറ്റ് ഓൺ ചെയ്യും, റൂം ശൂന്യമായിരിക്കും. വീണ്ടും ഉറങ്ങി വരുമ്പോൾ വീണ്ടും ഭീകര സ്വത്വം ആ വലിയ പ്രധാനമന്ത്രിയുടെ റൂമിൽ ഉലാവുകയാണ്. അവർക്ക് രാത്രികൾ ഉറക്കമില്ല. ആഴ്ചകൾ ഇങ്ങനെ സ്തോത്രം മുന്നോട്ട് പോയി. തന്റെ ഏറ്റവും അടുത്തതായ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ഈ പ്രകാരം പറഞ്ഞു: ഞാൻ ലോക പ്രസിദ്ധിയാണ്, എനിക്ക് പദവിയുണ്ട്, എനിക്ക് വലിയ വലിയ കാര്യാദികളുണ്ട്, പക്ഷേ എനിക്ക് എന്തില്ല? എനിക്ക് സമാധാനം ഇല്ല. ഇന്ന് രാത്രിയിലും കോടികളെ സമ്പാദ്യം ആർക്കൊക്കെ ഉണ്ടായിരിക്കാം, വലിയ കുടുംബം ഉണ്ടായിരിക്കാം, പേരിന്റെ കൂടെ എഴുതുവാൻ ഡിഗ്രി ഉണ്ടായിരിക്കാം, ഈ പട്ടണത്തിൽ പല പിടിപാടുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ആരാണെങ്കിലും എന്താണെങ്കിലും നിന്റെ ഹൃദയത്തിൽ അത് യേശുവിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ, യേശുവിനെ നീ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ തിരുവചനം പറയുന്നു, സ്തോത്രം, നിനക്ക് സമാധാനം ഇല്ല. ദുഷ്ട മനുഷ്യർക്ക് സമാധാനമില്ല. എന്നാൽ അതേ സമയത്ത് കൂലി വേല ചെയ്യുന്നവനായിരിക്കാം, അന്തിയിൽ ഉറങ്ങുന്നതിന് മുൻപ് കഞ്ഞിയും സംബന്ധിയും അവന്റെ അടുക്കൽ യേശു ഉണ്ടെങ്കിൽ അവൻ പാതാളത്തിലല്ല, അവൻ അനുഭവിക്കുന്നത് പരലോകത്തിന്റെ സന്തോഷമായിരിക്കും, പരലോകത്തിന്റെ സമാധാനമായിരിക്കും. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു, നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് is not the God of peacelessness. അവൻ ഒരിക്കലും അസമാധാനത്തിന്റെ ദൈവമല്ല, അവൻ സമാധാനത്തിന്റെ ദൈവം. തിരുവചനം പറയുന്നു, റോമർ 16:20 വായിക്കുമ്പോൾ, സമാധാനത്തിന്റെ ദൈവം തന്നെ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചു കളയും. അർത്ഥം, പിതാവായ ദൈവം അവൻ സമാധാനത്തിന്റെ ദൈവം. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. നമ്പർ 2, യെശയ്യാ പ്രവചനം 9:6 വായിക്കുമ്പോൾ തൃത്വത്തിൽ രണ്ടാമനായ അതെ യേശു കർത്താവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, His wonderful counselor, mighty God, everlasting Father and the Prince of Peace. അവൻ അത്ഭുതവാൻ, ആലോചനയിൽ കർത്താവ്, വീരനാം ദൈവം, നിത്യ പിതാവ്. ബാക്കി പറ, സമാധാനത്തിന്റെ പ്രഭു. പിതാവായ ദൈവം സമാധാനത്തിന്റെ ദൈവം, യേശു കർത്താവ് സമാധാനത്തിന്റെ പ്രഭു. മൂന്നാമതായി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന തൃത്വത്തിൽ
മൂന്നാമനായ പരിശുദ്ധ ആത്മാവിലും നിറയപ്പെട്ട പറവാൻ കഴിയും. ഗലാത്യർ 5:22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിന്റെ 9 ഫലമുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം. ആത്മാവിന്റെ ഫലത്തിൽ മൂന്നാമത്തെ ആത്മാവിന്റെ ഫലം സ്തോത്രം സമാധാനമത്രേ. പിതാവായ ദൈവത്തിൽ സമാധാനം, പുത്രനിൽ സമാധാനം, പരിശുദ്ധ ആത്മാവിൽ സമാധാനം. നമ്മുടെ ദൈവമോ കലഹങ്ങളുടെ ദൈവമല്ല. നമ്മുടെ ദൈവം ഖിന്നതകളുടെയും ഭിന്നതകളുടെയും ദൈവമല്ല. നമ്മുടെ ദൈവം കൂട്ടി തമ്മിൽ അടിപ്പിക്കുന്ന കർത്താവല്ല. നമ്മുടെ ദൈവം അവൻ സമാധാനത്തിന്റെ ദൈവം. വിശ്വസിക്കുന്ന 2 കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. എന്നാൽ ആ സമാധാനം എങ്ങനെയാണ് ലഭിക്കുന്നത്? റോമർക്ക് ലേഖനം 5-1 വാക്യം പറയുന്നു. ഈ സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വാക്യമായിരിക്കാം അത്. ശ്രദ്ധിച്ചാട്. അതേ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത സഹോദരങ്ങളെ, സമാധാനമില്ലാത്ത സഹോദരനെ, സഹോദരിയെ, കുടുംബങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണമേ. നിനക്ക് ലോട്ടറി ടിക്കറ്റ് സമാധാനം തരത്തില്ല. LDF-ഉം UDF-ഉം രാഷ്ട്രീയ പിടിപാട് നിനക്ക് സമാധാനം തരത്തില്ല. മദ്യവും മദിരാക്ഷിയും പാപവും ലോകവും നിനക്ക് സമാധാനം തരത്തില്ല. ദൈവിക സമാധാനം നിന്റെ ഹൃദയത്തിലും നിന്റെ വീട്ടിലും സ്തോത്രം അതേ വ്യാപരിപ്പാൻ, നിന്റെ ഉള്ളത്തിലും നിന്റെ ഇല്ലത്തിലും ദൈവിക സമാധാനം വ്യാപരിപ്പാൻ തക്കവണ്ണം നമ്പർ 1 ഒന്നാമതായി ദൈവത്തോട് നിനക്ക് സമാധാനം ആവശ്യം. എങ്ങനെ ദൈവത്തോട് സമാധാനം പ്രാപിപ്പാൻ ഗുണം കഴിയും? അർത്ഥം പാപം 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 മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. പാപം ആര് ചെയ്താലും പാപം തന്നെയാണ്. അത് പ്രാസംഗികൻ ചെയ്താലും, പാസ്റ്റർ ചെയ്താലും, പ്രവാചകൻ ചെയ്താലും, വിശ്വാസി ചെയ്താലും വിശുദ്ധനായ ദൈവം പറയും പാപം പാപം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ, ഈ നാളുകളിൽ, ഈ പ്ലാറ്റ്ഫോമുകളിൽ, ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അപൂർവമായി കേൾക്കുന്നതായ ഒരു പദമാണ് പാപം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, റഷ്യയിലെ സൈബീരിയ പോലെ സ്വർഗം തരിശുഭൂമിയായി നിറഞ്ഞു കിടന്നാലും ഒരൊറ്റ പാപിക്ക് പോലും സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ കഴിയത്തില്ല. ദൈവം വിശുദ്ധനായ ദൈവമാത്രേ. സ്തോത്രം. ദൈവം പാപം ഇല്ലാത്തവനാണ്. വേദപുസ്തകം പറയുന്നു, യോബിന്റെ പുസ്തകം 4-15 വാക്യം വായിക്കുമ്പോൾ ദൈവം ദൂതന്മാരെക്കാളും വിശുദ്ധനാണ്. അർത്ഥം ഗബ്രിയേലിനേക്കാൾ വിശുദ്ധനായ ദൈവം, മിഖായേലിനേക്കാൾ വിശുദ്ധനായ ദൈവം. യോബ് 15:15 പറയുന്നു, സ്വർഗത്തെക്കാളും വിശുദ്ധനായ ദൈവം, ദൂതന്മാരെക്കാളും വിശുദ്ധനായ ദൈവം, സ്വർഗത്തെക്കാളും വിശുദ്ധനായ ദൈവം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ സമാധാനത്തിന്റെ പുത്രനാകാൻ, നീ സമാധാനത്തിന്റെ പുത്രിയാകുവാൻ, അടുത്തുകൂടാതെ ദൈവത്തിന്റെ സമത്വത്തിൽ നിന്ന് ദൈവത്തിന്റെ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അവനത്ര കർത്താവ് യേശു ക്രിസ്തു. ഞാൻ പറയുന്നത്, ദൈവത്തോട് എങ്ങനെ സമാധാനം പ്രാപിപ്പാൻ ഗുണം കഴിയും? കുരിശുമല കയറുന്നത് കൊണ്ട് നിനക്ക് സമാധാനം കിട്ടത്തില്ല. കൊന്ത തള്ളുന്നത് കൊണ്ട് നിനക്ക് സമാധാനം കിട്ടത്തില്ല. നേർച്ചയും കാഴ്ചയും നിനക്ക് സമാധാനം തരത്തില്ല. കുരുത്തോല പെരുന്നാൾ നിനക്ക് സമാധാനം തരത്തില്ല. ഒരു ഐമേനിയും തിരുമേനിയും പ്രാസിംഗനും ബ്രദറും പാസ്റ്ററും നിനക്ക് സമാധാനം തരത്തില്ല. ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് സമാധാനം നിനക്ക് പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. റോമർ 5:1 ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. അതേ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം. എന്തിനാണ് വിശ്വാസം? കാത്തലിക്സിലാണോ, പ്രൊട്ടസ്റ്റന്റിലാണോ, CSIയിലാണോ, പെന്തിക്കോസ് ഗ്രൂപ്പിലാണോ? ഏതിനാണ് നീ വിശ്വസിക്കേണ്ടത്? ഒരു സംഘടനയിലല്ല നീ വിശ്വസിക്കേണ്ടത്. തിരുവചന പ്രകാരം യേശു ഈ ലോകത്തിലേക്ക് കടന്നുവെന്ന് എനിക്ക് വേണ്ടി മരിച്ചു, തിരുവചന പ്രകാരം എനിക്ക് വേണ്ടി അടക്കം ചെയ്യപ്പെട്ടു. തീർന്നില്ല. അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ, തിരുവചന പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി അതാണ് നീ വിശ്വസിക്കേണ്ടത്. 1 കൊരിന്ത്യർ ലേഖനം 15-3-4 വാക്യങ്ങൾ. തിരുവചന പ്രകാരം യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. തിരുവചന പ്രകാരം നിനക്ക് വേണ്ടി മരിച്ചു. തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടു. തീർന്നില്ല. തിരുവചന പ്രകാരം ഉയർത്തെഴുന്നേറ്റു. റോമർ 5:1 പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് നിനക്ക് സമാധാനമുണ്ട്. വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ നമ്പർ 2, രണ്ടാമത് ദൈവത്തിൽ നിന്ന് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുള്ളവർക്ക് ദൈവത്തിൽ നിന്ന് സമാധാനമുണ്ട്. കിഴക്ക് ഉയർന്നതായ സൂര്യനിൽ നിന്ന് ചൂടും വെളിച്ചവും എനർജിയും അതേ മാനവജാതിയിലേക്ക് സൗജന്യമായി കടന്നു വരുന്നത് പോലെ ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് സമാധാനം കടന്നു വരുന്നു. എവണ്ണമുള്ള സമാധാനം? വേദപുസ്തകം പറയുന്നു, നദി പോലുള്ള സമാധാനം. എന്തുകൊണ്ട് സമുദ്രം എന്ന് പറഞ്ഞു?
സമുദ്രത്തിൽ തിരമാലകളുണ്ട്. തിരമാലകൾ ഇല്ലാത്ത, നിന്നെ ഉലക്കാത്ത, നിന്നെ ഉടയ്ക്കാത്ത നദി പോലുള്ള സമാധാനം ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞാടെ. അതേ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ദൈവത്തിൽ നിന്ന് സമാധാനമുണ്ട്. സഹോദരങ്ങളെ, ദൈവിക സമാധാനം നിന്റെ ഹൃദയത്തിലും നിന്റെ ചിന്തയിലും ദൈവകൃപയാൽ നിറയ്ക്കുമാറാകട്ടെ. യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം, ഐ ഗിവ് മൈ പീസ്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിനക്ക് തരുന്നു. ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, ഈ മീറ്റിംഗിന്റെ മനോഹരമായ അവസാന രാത്രിയിൽ നിങ്ങൾ വന്നതുപോലെ അല്ല തിരിച്ചു പോകുവാൻ വേണ്ടി പോകുന്നത്. സമാധാന പ്രഭുവിന്റെ സമാധാനം, സമാധാന പ്രഭുവിന്റെ സമാധാനം പ്രാപിച്ച് സമാധാനത്തോടെ നിങ്ങൾ മടങ്ങി പോകുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അടുക്കലേക്ക് ആരാണോ അസ്വസ്ഥതയോടെ കടന്നു വന്നത്, അവർ വന്നതുപോലെയല്ല, സമാധാനത്തോടെ മടങ്ങിപ്പോയി. മർക്കോസ് സുവിശേഷം 5:34, 12 വർഷക്കാലമായി രക്തസ്രവത്താൽ സ്തോത്രം ബാധിക്കപ്പെട്ട ആ സ്ത്രീ കടന്നു വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ, അവന്റെ തലീത്ത് അഥവാ അവന്റെ പ്രയർ ഷാളിനെ കയറി പിടിച്ചപ്പോൾ യേശു കർത്താവ് സ്തോത്രം തിരിഞ്ഞു നോക്കി ഇങ്ങനെയാണ് പറഞ്ഞത്, ആകയാൽ മകളെ സമാധാനത്തോടെ പോയി. എങ്ങനെ? ആകയാൽ മകളെ സമാധാനത്തോടെ പോയി. കമാൺ, ആകയാൽ മകളെ സമാധാനത്തോടെ പോയി. ബാധ കൊടിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. അവൾ വന്നത് അസമാധാനത്തിലാണ്, പക്ഷെ യേശു അവളെ പറഞ്ഞയച്ചത് സമാധാനത്തോടെയാണ്. ഇന്ന് രാത്രി സൗഖ്യമുണ്ട്, ഇന്ന് രാത്രി അത്ഭുതം ഈ ഗ്രൗണ്ടിലുണ്ട്, ഇന്ന് രാത്രി വിടുതൽ ഇവിടെയുണ്ട്. ഇന്ന് രാത്രി നിന്റെ ഡോക്ടർ ഞെട്ടുന്ന ക്രമത്തിൽ കർത്താവ് നിന്നെ തൊടുവാൻ വേണ്ടി പോകുന്നു. കമാൺ, വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. എന്നാൽ അതേ സമയത്ത് ദൈവിക സമാധാനം നിന്റെ ജീവിതത്തിൽ കർത്താവ് നൽകുവാൻ വേണ്ടി പോകുന്നു. യേശു പറഞ്ഞു, എന്റെ സമാധാനം. എന്താ യേശുവിന്റെ സമാധാനം? മർക്കോസ് 4 നോക്കിയാട്ടെ. യേശുവിന്റെ സമാധാനം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരു ദിവസം മാരത്തൺ സർവീസ് കഴിഞ്ഞ് ദീർഘമണിക്കൂറുകൾ പ്രസംഗിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ പ്രാസംഗികൻ ചാൾസ് സ്പർജൻ അല്ല, DL മൂഡി അല്ല, DGS ദിനകരൻ അല്ല, ലോകം കണ്ട ഏറ്റവും വലിയ പ്രാസംഗികൻ കർത്താവായ യേശു ക്രിസ്തു മാരത്തൺ സർവീസ് കഴിഞ്ഞ് അവനിതാ 12 ബോയ്സുമായി 12 അപ്പോസ്തലന്മാരുമായി സ്തോത്രം അവൻ പടകിൽ കയറി. 12 അത് ദൈവിക അധികാരത്തിന്റെ സംഖ്യയത്രേ. ഈ ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്നവരുടെ അധികാരത്തിന് പരിധിയുണ്ട്. അതിനപ്പുറത്ത് ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് അധികാരത്തിന് പരിധിയുണ്ട്. അതിനപ്പുറത്ത് അറ്റ്ലാന്റിക്കിനപ്പുറത്ത് വാഷിംഗ്ടൺ DC-യിലും സ്തോത്രം അത് ബക്കിംഗ്ഹാം പാലസിൽ ഇരിക്കുന്നവർക്ക് അധികാരത്തിന് പരിധിയുണ്ട്. എന്നാൽ എന്റെ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിയിലും സർവാധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ അധികാരത്തിന് പരിധിയില്ല. അതുകൊണ്ടാണ് 12 അപ്പോസ്തലന്മാരെ വരെ തിരഞ്ഞെടുത്തത്. മീനിങ് 12 എന്ന് പറയുന്നത് അധികാരത്തിന്റെ ചിഹ്നമാത്രേ. ആ 12 അപ്പോസ്തലന്മാർ ആ ബോട്ട് തുടങ്ങുമ്പോൾ യേശു കർത്താവ് അമരത്തിരുന്നു സ്തോത്രം തല ചായ്ച്ചു. മർക്കോസ് പറയുന്നു, സ്തോത്രം അവൻ തലയണ വെച്ച് ഉറങ്ങി. അവൻ തലയണ വെച്ച് ഉറങ്ങി. എത്ര നല്ല സൗണ്ട് സിസ്റ്റം ആയാലും ഈ ഗ്രൗണ്ടിലിരുന്ന് ആ ആന്റിക്ക് ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ നമുക്കൊക്കെ 9 കൃപയേ ഉള്ളൂ, 9 കൃപാവരേ ഉള്ളൂ. ആ ആന്റിക്ക് മാത്രം 10ാമത്തെ വരമുണ്ട്. സ്വയംപോലെ യേശു കർത്താവ് ആ ബോട്ടിന്റെ അമരത്ത് തല വെച്ച് അവൻ ഉറങ്ങാൻ തുടങ്ങി. കാറ്റടിക്കുന്നു, തിരമാല പൊങ്ങുന്നു, കാറ്റടിക്കുന്നു, തിരമാല പൊങ്ങുന്നു. ശിഷ്യന്മാരുടെ BP കൂടുന്നത് പോലെ ഭയം വർദ്ധിച്ചു. കാറ്റടിക്കുന്നു, തിരമാല പൊങ്ങുന്നു. പക്ഷെ യേശു കർത്താവ് ഉറങ്ങി. കാറ്റടിച്ചു, തിരമാല പൊങ്ങി. ഒരു സ്തോത്രമതി ആലിന് ആടുന്നത് പോലെ, ഒരു ഇല കാറ്റത്താടുന്നത് പോലെ തിബെരിയാസ് കടലിൽ ആ ബോട്ട് ഇളകിയാടി. എന്നാൽ യേശു കർത്താവ് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അർത്ഥം മയക്കമല്ല, ഉറക്കമാണ്. കാറ്റിൽ ഉറങ്ങുന്ന യേശു. ഒരിക്കൽ കൂടെ, കാറ്റിൽ ഉറങ്ങുന്ന യേശു, കൊടുങ്കാറ്റിലും തിരമാലയിലും ഉറങ്ങുന്ന യേശു. 12 പേരും ഒരുപോലെ നിലവിളിച്ചപ്പോൾ കർത്താവ് ഉണർന്നു. ഞാൻ എന്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ യേശുവിനോട് ചോദിച്ചു, എന്താ കർത്താവ് നീ ഉറങ്ങി കാണിച്ചത്? സുരേഷേ, നീ എന്തോ വിചാരിച്ചു? സ്തോത്രം, ഞാൻ പറഞ്ഞാൽ യവന്മാർക്ക് മനസ്സിലാകത്തില്ല. കമാൻ, ഞാൻ പറഞ്ഞാൽ യവറ്റകൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ചെയ്ത് കാണിച്ചപ്പോൾ അവന്മാര് മറക്കത്തില്ല. സ്തോത്രം, പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ അവൻ ചെയ്ത് കാണിക്കും. ഇന്ന് രാത്രി ദൈവ ജനത്തെ നോക്കി പറയട്ടെ, 10,000 പ്രസംഗം യൂട്യൂബിൽ കേട്ടാൽ മനസ്സിലാകാത്തത് എന്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ ചിലർക്ക് കണ്ട് മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ ചെയ്യും. യേശു കർത്താവ് കാറ്റിൽ ഉറങ്ങി, തിരമാലയിൽ ഉറങ്ങി. സ്തോത്രം. എന്നിട്ട് അവൻ എഴുന്നേറ്റ് അവൻ പറഞ്ഞു, പീസ് ബി സ്റ്റിൽ, കാറ്റ് അടങ്ങുക, കടലേ ശാന്തമാകുക. അതാണ് യേശുവിന്റെ സമാധാനം. കാറ്റിൽ ഉറങ്ങുന്ന യേശു,
തിരമാലയിൽ ഉറങ്ങുന്ന യേശു. നിനക്കെതിരെ വീശുന്ന കൊടുങ്കാറ്റുണ്ടോ? നീ വെല്ലുവിളികളിലൂടെയാണോ കടന്നു പോകുന്നത്? ലൈഫിലെ ഏറ്റവും വലിയ തിരമാലയിലൂടെയാണോ നീ യാത്ര ചെയ്യുന്നത്? നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. നോ വേ, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഈ പ്രശ്നത്തിന് ഒറ്റയ്ക്കല്ല. മറ്റേതൊരു സീസണേക്കാൾ, മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മറ്റേതൊരു ദിവസത്തെക്കാളും ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ ഒരിക്കലും വിക്ടിമായി, ഏതോ പ്രശ്നത്തിന് ഇരയായി ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. എന്റെ ബൈബിൾ പറയുന്നു, മത്തായി 1:22, യെശയ്യാ 7:14, ദൈവം നിന്റെ കൂടെ. കൊലോസ്യർ 1:27, യേശു നിന്റെ ഉള്ളിൽ. അപ്പോസ്തലപ്രവൃത്തി 1:8, പരിശുദ്ധാത്മാവ് നിന്റെ മീതെ. എബ്രായർ 1:14, സ്തോത്രം, ദൂതന്മാർ നിന്റെ ചുറ്റും. ക്രിസ്ത്യാനിയെ, ഇതാണ് നിന്റെ പ്രയോറിറ്റി, ഇതാണ് നിന്റെ സ്ഥാനം. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, തിരമാലകൾ ഉണ്ടായിരിക്കാം, പ്രതിസന്ധി ഉണ്ടായിരിക്കാം, പരിഹാസവും നിന്ദയും ആക്ഷേപവും ഉണ്ടായിരിക്കാം. വ്യക്തിയായി, കുടുംബമായി ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ കീറാമുട്ടിയിലൂടെയായിരിക്കാം നീ കടന്നു പോകുന്നത്. പക്ഷേ ദൈവം നിന്റെ കൂടെ, യേശു നിന്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മീതെ, ദൂതന്മാർ നിന്റെ ചുറ്റും. നീ തോൽക്കുന്നവനല്ല, നീ ജയിക്കുന്നവനത്രേ. രണ്ട് കരങ്ങളെ അടിച്ച് ശക്തിയോടെ ജനം ദൈവത്തെ സ്തുതിച്ചേ. സമാധാനം, സമാധാനം. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. കാറ്റിൽ ഉറങ്ങിയ, പ്രതിസന്ധിയിൽ ഉറങ്ങിയ, സ്തോത്രം, തിരമാലയിൽ ഉറങ്ങിയ എന്റെ സമാധാനം. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഒരു ചൂക്കും സംഭവിക്കത്തില്ല. ആ പ്രശ്നം നിന്നെ തൊടത്തില്ല. ആ പോലീസ് കേസിൽ നീ തൊലയത്തില്ല. ആ ഗൂഢാലോചനയിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിന്റെ നേരം അവന്മാരുടെ വാച്ചിലല്ല ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഓ കമാൺ, ആരോടാ ഞാൻ പറഞ്ഞേ? നിന്റെ നേരം അവന്മാരുടെ വാച്ചിലല്ല ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നിന്റെ നേരം ലൂസിഫറിന്റെയും കുട്ടിച്ചാത്തന്മാരുടെയും അതേ വാച്ചിലല്ല, കലണ്ടറിലല്ല ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നിന്റെ ആയുസ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഘടികാരത്തിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സമാധാനമായിരിക്കുക. വേദപുസ്തകം പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ലോക്കൽ രാജാവ് ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് ഹെരോദാവ്. ലോക്കൽ രാജാവ് ഹെരോദാവ് പത്രോസിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, പത്രോസേ, നാളെ നിന്നെ കൊല്ലാൻ പോവാ, നാളെ രാവിലെ കൊല്ലാൻ പോവാ. എന്റെ കർത്താവ് ഒരിക്കലും പോയച്ചു വാ, നാളെ നോക്കാം എന്ന് പറഞ്ഞില്ല. അവൻ ഇപ്പോഴത്തെ ദൈവമാ. ആരോ ഇന്ന് രാത്രി പറയുന്നു, നാളെ വേണം ബൈബിള് വായിച്ചു തുടങ്ങാൻ. ആരോ പറയുന്നു, ഈ മീറ്റിംഗ് നല്ല ഉശിരായിരുന്നു, നാളെ വേണം പ്രാർത്ഥിച്ചു തുടങ്ങാൻ. നോ, ദിസ് ഈസ് ദ ഡേ ആൻഡ് നൗ ഈസ് ദ ടൈം. ഇപ്പോഴാകുന്നു ദിവസം, ഇപ്പോഴാകുന്നു സമയം. മനസ്സിലാകുന്നവരെ ശക്തിയോടെ നല്ലൊരു ആമേൻ പറഞ്ഞാട്. ഹെരോദാവ് പറഞ്ഞു, പത്രോസേ, നാളെ നിന്നെ കൊല്ലാം, നാളെ നിന്നെ ഞാൻ കൊല്ലുവാൻ വേണ്ടി പോകുന്നു. അപ്പോഴേക്കും രാത്രി എത്തി. എന്റെ ദൈവം നല്ലൊരു നൈറ്റ് ഡ്യൂട്ടിക്കാരനാണ്. എല്ലാ മനുഷ്യരും നിന്നിൽ നിന്ന് അകലുന്ന രാത്രികളിൽ ഏറ്റവും അടുത്ത അർദ്ധരാത്രിയിലെ സ്നേഹിതനായി ഇറങ്ങി വരുന്നവനാണ് കർത്താവ്. പത്രോസ് ഉറങ്ങുകയായിരുന്നു. എന്തുകൊണ്ടാണ് പത്രോസ് ഉറങ്ങുന്നത്? ഹേ പത്രോസ്, എണീറ്റ് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പത്രോസ്, നിന്റെ ഭയം വർദ്ധിക്കേണ്ട രാത്രിയല്ലേ? നാളെ ലോക്കൽ രാജാവ് നിന്നെ കൊല്ലാൻ പോവാ, ഹെരോദാവ് നിന്നെ കൊല്ലാൻ പോവാ, ഹെരോദാവ് കൊല്ലാൻ പോവാ. എങ്ങനെയാ ഇങ്ങനെ കിടന്ന് നിനക്ക് ഉറങ്ങാൻ പറ്റുന്നത്? പത്രോസ് എന്നെ നോക്കി പറയും, എന്തൊരു പറയായി? ലോക്കൽ രാജാവ് പറഞ്ഞു, എന്നെ കൊല്ലുമെന്ന്. പക്ഷെ ഞാനിപ്പോഴും യുവാവാ, ഞാനിപ്പോഴും യുവാവാ. ലോക്കൽ രാജാവ് പറഞ്ഞു, എന്നെ നാളെ കൊല്ലുമെന്ന്. പക്ഷെ രാജാതി രാജാവ് പറഞ്ഞു, ഞാൻ വൃദ്ധനായ ശേഷമേ എനിക്ക് മരിക്കാൻ പറ്റത്തുള്ളൂ. രാജാതി രാജാവ് പറഞ്ഞു, ഞാൻ വൃദ്ധനായ ശേഷം എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് എന്നെ ബന്ധിച്ചു കൊണ്ടുപോകും. അർത്ഥം, എന്റെ സമയം ലോക്കൽ രാജാവ് ഹെരോദാവിന്റെ കയ്യിലല്ല, എന്റെ ടൈം എന്റെ കർത്താവിലെത്രയായിരിക്കുന്നത്. പത്രോസ്, അതെങ്ങനെയാ നിനക്ക് പറയാൻ കൊണ്ടു കഴിയുന്നത്? ഇതുപോലൊരു അറ്റാക്ക്, ഇതേപോലെ ഒരു പ്രശ്നം എന്റെ ഗുരുവിനെതിരെ ഉണ്ടായതാ. ഇതേപോലെ ഹെരോദാവ് എന്റെ ഗുരു യേശുവിനെതിരെ ഇതേ അറ്റാക്ക് അവൻ പറഞ്ഞതാ. ചില സ്തോത്രം അധികാരികളെ മേൽ വ്യാപരിക്കുന്ന ഒരേ അറ്റാക്കാ. കമോൺ, മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കാതിരിക്കട്ടെ. സ്തോത്രം. ഹെരോദാവ് യേശു കർത്താവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിയിട്ട് ആ വാള് കഴുകുമ്പോ ഇങ്ങനെ പറഞ്ഞു. ലോർഡ്സൺ എറണാകുളത്ത് പോയി എല്ലായിടത്തും പറയണം. സ്തോത്രം. അതെ, ഹെരോദാവ് യോഹന്നാൻ സ്നാപകന്റെ തലവെട്ടി വാള് കഴുകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, ഇപ്പോൾ യേശുവിനെ സ്നാനപ്പെടുത്തിയ ഹെരോദാവിന്റെ തലയെ ഞാൻ വെട്ടി, പക്ഷേ ഇനി അത്യാവശ്യമായി വെട്ടേണ്ട ഒരുവന്റെ തലയുണ്ട്.
യോഹന്നാന്റെ പ്രസംഗം മാത്രമേ ഉള്ളൂ, 5 പോയിന്റ് 7 പോയിന്റ് പ്രസംഗം. അവന് പോയിന്റ് തള്ളുന്ന പരിപാടിയുള്ളൂ. പക്ഷെ മറ്റവൻ അങ്ങനെയല്ല. അവന് വചനത്തിലും ശക്തിയുണ്ട്, അവൻ ആത്മാവിലും ശക്തിയുണ്ട്. കമാണ്, അവന് വചനത്തിനും ശക്തിയുണ്ട്, അവൻ ആത്മാവിനും ശക്തിയുണ്ട്. മനസ്സിലാക്കുന്നവർക്ക് ഇന്ന് രാത്രി യാതനകളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ഒരു വശത്ത് ആലോചനയുണ്ട്, മറുവശത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഒരു വശത്ത് ആലോചനയുണ്ട്, മറുവശത്ത് കർത്താവിന്റെ പ്രവൃത്തിയുണ്ട്. ഹെരോദാവ് പറഞ്ഞു, അടുത്ത് ഞാനിതാ യേശുവിന്റെ തലയെ വെട്ടുവാൻ വേണ്ടി പോകുന്നു. അന്നത്തെ മീഡിയ, അന്നത്തെ ന്യൂസ് ഏജൻസ് യേശു കർത്താവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യേശുവെ സൂക്ഷിച്ചോളണം കേട്ടോ, വളരെ സൂക്ഷിക്കണം. ഈ ഹെരോദാവ് പറഞ്ഞിരിക്കുന്നു നിന്റെ തല വെട്ടുമെന്ന്. കർത്താവ് എന്താ പറഞ്ഞ? റിയലി എന്റെ തല വെട്ടുമെന്ന് ലോക്കൽ രാജാവ് പറഞ്ഞിരിക്കുകയാണ്. ഹെരോദാവ് യേശുവിന്റെ തലയെ വെട്ടുമെന്ന്, യേശു കർത്താവിന്റെ തലയെ കൊയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ സിംഹ സ്വഭാവം ഒരു സെക്കൻഡ് മാറ്റി വെച്ചിട്ട്, യഹൂദ ആട്ടിൻകുട്ടിയുടെ സ്വഭാവം ഒരു സെക്കൻഡ് മാറ്റി വെച്ചിട്ട് യഹൂദ ഗോത്രത്തിലെ സിംഹം അലറുന്ന ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു, യു ഗോ ആൻഡ് ടെൽ ദാറ്റ് ഫോക്സ്, you go and tell that fox, tomorrow also I will preach the gospel, I will heal the sick, and the third day I shall be perfect. നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ. തമിഴിൽ പറഞ്ഞാൽ നിങ്ങൾ പോയി അന്ത നരിയിടം சொல்லுங்க. അതെ, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ, ഞാൻ നാളെയും സുവിശേഷം പ്രസംഗിക്കും, രോഗികളെ സൗഖ്യമാക്കും, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. പിശാചിന്റെ അജണ്ട നിന്റെ ജീവിതത്തിന് നേരെ ഒരിക്കലും ഭരിക്കയില്ല. ശത്രു പറയുന്ന ഒരു അജണ്ട നടക്കത്തില്ല. നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന, നിന്നെ തകർക്കുവാൻ നോക്കുന്ന, നിന്റെ തകർച്ച കണ്ട് കൈകൊട്ടി ചിരിപ്പാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ ദൈവമായ കർത്താവ് പറയുന്നു, ദൈവമൈതലേ, നിന്റെ മേൽ ഞാൻ തന്നിട്ടുള്ള സമയമുണ്ട്, നിന്നെ കുറിച്ച് ഞാൻ തന്നിട്ടുള്ള ടൈമുണ്ട്. ആ ടൈമിന് മുൻപ് ഒന്നും നിനക്ക് സംഭവിക്കയില്ല. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. നിന്റെ സമയം തീരുമാനിക്കുന്നത് ക്യാൻസർ അല്ല, ഹാർട്ട് അറ്റാക്ക് അല്ല, ആക്സിഡന്റ് അല്ല, കൂടോത്രമല്ല, മന്ത്രവാദ പരീക്ഷകളല്ല. പകരം നിന്റെ സമയം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. സമാധാനമായിരുന്നാട് പത്രോസിന് ദൈവിക സമാധാനമുണ്ടായിരുന്നു. കാരണം യേശു പറഞ്ഞു, ഐ ഗിവ് യു മൈ പീസ്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. സ്തോത്രം. മാത്രമല്ല വേദപുസ്തകം പറയുന്നു, വീണ്ടും അപ്പോസ്തലന്മാരിലേക്ക് നോക്കിയാണ്. അപ്പോസ്തല പ്രവൃത്തി 16:24 വായിക്കുമ്പോൾ അർദ്ധരാത്രിയാണ് സമയം. പൗലോസിന്റെ ശീലാസിന്റെ കൈയും കാലും കൂട്ടിക്കെട്ടിയിരിക്കുന്നു, ആമത്തിലിട്ട് പൊട്ടിയിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അവിടെ വസ്ത്രം പറിച്ചു മാറ്റിയിരിക്കുന്നു, അവർ നഗ്നരാണ്, അവിടെ കൈയും കാലും ചങ്ങലയിലാണ്, പക്ഷെ അവിടെ നാവ് ചങ്ങലയിലല്ല. അവർ ദൈവത്തിന്റെ കൃപയാൽ പാടി ദൈവത്തെ സ്തുതിച്ചു. വായ് എന്താ കാര്യം? അവർക്ക് സമാധാനമുണ്ട്. പ്രശ്നത്തിന്റെ നടുവിൽ അവർക്ക് സമാധാനമുണ്ട്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, വെല്ലുവിളിയുടെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ മറ്റാർക്കുമില്ലാത്ത, ലോക മനുഷ്യനില്ലാത്ത ഒരു വികാരം ദൈവം നിനക്ക് നൽകിയിരിക്കുന്നു. അതിന്റെ പേരാണ് ദൈവിക സമാധാനം. അതെ, ലോകത്തിൽ മനുഷ്യനില്ലാത്ത, ദൈവമില്ലാത്ത, മറ്റുള്ളവർക്കില്ലാത്ത ഒരു സമാധാനം ദൈവം നിങ്ങൾക്ക് നൽകുന്ന. ഫ്രാൻസിൽ പല പതിറ്റാണ്ടുകൾ സിവിൽ വാർ നീണ്ടു നിന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആഭ്യന്തര കലാപം ഫ്രാൻസിൽ സ്തോത്രം നീണ്ടു നിന്നതായ ഒരു കാലം സ്തോത്രം ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുതിയ രാജാവ് ചാർജ് എടുത്തു. ആ പുതിയ രാജാവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, സ്തോത്രം, അതെ, നിങ്ങളുടെ കുന്തത്തെ, നിങ്ങളുടെ വാളിനെ നിലത്തിട്, ആയുധങ്ങളെ മാറ്റിവെക്ക്, സമാധാനത്തെ കുറിച്ച് നല്ലൊരു ചിത്രം വരയ്ക്ക്, നല്ല പാരിതോഷികം ഞാൻ നിങ്ങൾക്ക് നൽകാം. വലിയൊരു എമൗണ്ട് രാജാവ് വിളംബരം ചെയ്തു. 10,000-കണക്കിന് ആൾക്കാർ ഇരുചേരിയിൽപ്പെട്ടവർ അവിടെ യുദ്ധങ്ങളെ മറന്നു, അവിടെ ആയുധങ്ങളെ മാറ്റിവെച്ചു, പെയിന്റ് ചെയ്യുന്നതായ ബ്രഷ് കയ്യിലെടുത്തു, സമാധാനത്തെ കുറിച്ച് രാജ്യം മുഴുവൻ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ആഭ്യന്തര കലാപത്തിൽ നിറയപ്പെട്ട ആ രാജ്യം ഇപ്പോൾ ഇതാ സമാധാനത്തെ കുറിച്ച് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. നിശ്ചയിച്ച സമയത്ത് 10,000-കണക്കിന് ചിത്രം വന്നു. ഏറ്റവും നല്ല സമാധാനം ലഭിച്ചതായ ചിത്രം ഇങ്ങനെയാണ്: ആകാശം കറുത്തിരുണ്ടിരിക്കുന്നതായ ഒരു ദിവസം, ഇരുണ്ട്, അതെ, ആകാശം എന്തുവാ സ്തോത്രം, കാരിരുമ്പ് പോലെ കറുത്തിരുണ്ടിരിക്കുന്നു. ഒരു തുള്ളിക്ക്, ഒരു കുടത്തിന് ഒരു തുള്ളി, ഒരു കുടത്തിന് ഒരു തുള്ളി എന്ന പോലെ മഴ ഇതാ പെയ്യുകയാണ്. കാറ്റ് ശക്തിയായി വീശുന്നു. ആ പെയ്ത മഴ നിമിത്തം ഒരു വലിയ നദി കര കവിഞ്ഞ് ഒഴുകുകയാണ്. ആ കര കവിഞ്ഞ് ഒഴുകുന്നതായ ആ നദിയുടെ കരയിൽ ഒരു വൃക്ഷം ഇതാ നിന്നുകൊണ്ടിരിക്കുന്നു. ആ വൃക്ഷത്തിന്റെ ചില്ലയിൽ ഒരു കുഞ്ഞു കിളിയിരുന്ന പാട്ട് പാടുന്നു.
ആകാശം മേഘാവൃതമാണ്. ഭയങ്കരമായി ഇടിമനാദം കേൾക്കുന്നു, കൊള്ളിയാൻ മിന്നുന്നു, മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു. കാറ്റ് അല്പം കൂടെ വേഗതയിൽ വീശിയാൽ ഈ ചെല്ലയിലിരിക്കുന്നതായ കിളി ആ നദിയിലേക്ക് വീണ് കൊല്ലപ്പെടും. പക്ഷേ സ്തോത്രം, കാറ്റുണ്ട്, പ്രശ്നമുണ്ട്, മഴയുണ്ട്, ഭീഷണിയുണ്ട്. അതിന്റെ നടുവിലും അതിന് പാട്ട് പാടുവാൻ കഴിയുന്നുവെങ്കിൽ, അതിന്റെ നടുവിലും അതിന് പാട്ട് പാടുവാൻ കഴിയുന്നെങ്കിൽ, അതിന്റെ നടുവിലും അതിന് പാട്ട് പാടുവാൻ കഴിയുന്നെങ്കിൽ, അതിന്റെ താഴെ ചിത്രകാരൻ പറഞ്ഞു അത് അനുഭവിക്കുന്നതിന്റെ പേരാണ് സമാധാനം. യെസ്, നിനക്ക് വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം, നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, ബട്ട് ബി ചിയർഫുൾ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പകരം ജയമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. പ്രശ്നം നിനക്കുണ്ടോ? നീ തോറ്റവനല്ല, പകരം നീ ജയിപ്പാൻ വേണ്ടി പോകുന്നു. ഒത്തിരി പ്രാവശ്യം നീ പല ജയങ്ങളെ കണ്ടിരിക്കും സഹോദരനെ, സഹോദരിയെ. ഗെറ്റ് റെഡി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ 2024 മെയ് മാസം 5-ാം തീയതി തുറന്ന സ്വർഗത്തിൽ നിന്ന് ഒരു പ്രവചന ശബ്ദം നിന്നെ തേടി കടന്നു വരുന്നു. നിന്നെ ഇത്രത്തോളം ജയോത്സവമായി ദൈവം നടത്തിയെങ്കിൽ ഒരു ജയം കൂടെ നീ കാണുവാൻ പോകുന്നു, ഒരു വിടുതൽ കൂടെ നീ കാണുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് സമാധാനമുണ്ട്. കേൾക്കണമേ, ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അതേ സമാധാനത്തിന്റെ കർത്താവാകുന്ന യേശു, സമാധാനം നൽകുന്നവനായ യേശു, ലോകം തരാത്ത സമാധാന വാഗ്ദത്തം നൽകിയവനായ കർത്താവ്. ഫിലിപ്പിയർ 4:7 പറയുന്നു, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നൽകുന്നവനായ കർത്താവ്. ആ സമാധാനം തന്നാൽ ലോകത്തിനത് തരുവാൻ കഴിയത്തില്ല, ലോകത്തിന് എടുപ്പാനും കഴിയത്തില്ല. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ, നിന്റെ ചിന്തയിൽ സമാധാനം ഉണ്ടാകട്ടെ, നിന്റെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. 2 കരങ്ങളെ ഉയർത്തിയ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. സ്തോത്രം. എന്തോ വെല്ലുവിളി വന്നാലും സമാധാനത്തോടെ ആയിരിക്കെ. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മരിക്കുന്ന നമ്മുടെ മരണം പോലും ഒരു നിങ്ങൾ കേട്ടില്ല, നമ്മുടെ മരണം പോലും ഒരു ദൂതാകട്ടെ. സ്തോത്രം. നമ്മുടെ മരണത്തിന്റെ ചരിത്രം കേട്ട് രക്ഷിക്കപ്പെടാത്തവൻ രക്ഷിക്കപ്പെടട്ടെ. അവർ പറയട്ടെ, ജീവിക്കുന്നെങ്കിൽ അവൻ ജീവിച്ചതുപോലെ, അവൾ ജീവിച്ചതുപോലെ ജീവിക്കണം, മരിക്കുന്നെങ്കിൽ അവർ മരിച്ചതുപോലെ മരിക്കണം. കാരണം അവരുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. തീർന്നില്ല. വേദപുസ്തകം പറയുന്നു, ആ സമാധാനത്തിന്റെ കർത്താവ് സമാധാനത്തിന്റെ രാജ്യം സ്ഥാപിപ്പാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന. ഒരിക്കൽ കൂടെ, സമാധാനത്തിന്റെ കർത്താവ് സമാധാനത്തിന്റെ രാജ്യം സ്ഥാപിപ്പാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന. മിണ്ടുന്നില്ല. സമാധാനത്തിന്റെ കർത്താവ് സമാധാനത്തിന്റെ രാജ്യം സ്ഥാപിപ്പാൻ യേശു വേഗം വരുന്ന. സ്തോത്രം. നീ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, യേശു കർത്താവ് വേഗം വരുന്ന. നീ ഒരുങ്ങിയാലും ശരി, ഇല്ലെങ്കിലും ശരി, കർത്താവ് വേഗം വരുന്ന. ഹല്ലേലൂയ. എന്നാൽ പണ്ട് വന്നതുപോലെയല്ല ഇനി യേശു വരുവാൻ വേണ്ടി പോകുന്നത്. ഹലോ ഹലോ, കല്ലയം ദേശം കേൾക്കണം. അന്നൊരിക്കൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നതുപോലെയല്ല ഇനി യേശു വരുവാൻ വേണ്ടി പോകുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ഒരു ശിശുവായിട്ടാണ് വന്നത്. എന്നാൽ ശിശുവായി അന്ന് വന്നവനായ യേശു ഇനി രാജാവായി വരുവാൻ വേണ്ടി പോകുന്നു. അന്ന് യേശു വന്നത് പാപികൾക്ക് വേണ്ടിയാണ് വന്നത്. എന്നാൽ ഇനി അവൻ വരുന്നത് പാപം ഇല്ലാത്തവർക്ക് വേണ്ടി അവൻ വരുവാൻ വേണ്ടി പോകുന്നു. അന്ന് യേശു വന്നത് അതെ മരിപ്പാൻ വേണ്ടിയാണ് വന്നത്. എന്നാൽ ഇന്ന് രാത്രി ഈ തലസ്ഥാന കേൾക്കട്ടെ, യേശു കർത്താവ് ഇനി വരുന്നത് 5 വർഷമല്ല, തട്ടിയും മുട്ടിയും 5 വർഷമല്ല, 1000 വർഷം ഭരിപ്പാൻ യേശു കർത്താവ് അതെ വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. കൈകൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങളടിച്ച, നന്നായി നന്നായി ഉഴപ്പിയല്ല, നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. അന്ന് യേശു കർത്താവ് വന്നത് മരിപ്പാൻ വേണ്ടിയാണ്. എന്നാൽ ഇനി അവൻ വരുന്നത് 1000 ആണ്ട് ഭരിപ്പാൻ വേണ്ടിയാണ്. അന്ന് യേശു വന്നത് അതെ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. എന്നാൽ ഇനി യേശു വരുന്നത് കുഞ്ഞാടായിട്ടല്ല, യഹൂദാ ഗോത്രത്തിലെ സിംഹമായി യേശു വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. അന്ന് യേശു വന്നപ്പോൾ ഒരു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്നു. എന്നാൽ ഇന്ന് അതേ യേശു വീണ്ടും വരുമ്പോൾ വെളുത്ത കുതിരയിൽ യെരൂശലേം പട്ടണത്തിൽ പ്രവേശിപ്പാൻ വേണ്ടി പോകുന്ന
അന്ന് യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ അതേ യൂദ അവനെ കാണിച്ചു കൊടുത്തു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഹെരോദാവ് യേശുവിനെ കളിയാക്കി. പീലാത്തോസ് യേശുവിനെ ചോദ്യം ചെയ്തു. എന്നാൽ ഇനി യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ യുണൈറ്റഡ് നേഷൻ, ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ ഉള്ളവർ യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്ക്. കാണും അവൻ രാജാക്കന്മാരുടെ രാജാവ്, അവൻ കർത്താക്കന്മാരുടെ കർത്താവ്. ഓ, വിശ്വസിക്കുന്നവർ കരങ്ങളിൽ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് വന്നപ്പോൾ അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി യേശു കർത്താവ് വീണ്ടും മടങ്ങി വരുമ്പോൾ യേശുവിന്റെ തലയിൽ കിരീടങ്ങൾക്ക് മീതെ കിരീടങ്ങൾ, കിരീടങ്ങൾക്ക് മീതെ കിരീടമുണ്ടായിരിക്കും. കാരണം അവൻ രാജാക്കന്മാരുടെ രാജാവത്രേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ വന്നത് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിൽ കിടപ്പാൻ വന്നു. എന്നാൽ ക്രൂശിൽ കിടപ്പാൻ വന്ന യേശു ഇനി വരുമ്പോൾ തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ ഇരിപ്പാൻ വേണ്ടി വരുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. വേദപുസ്തകം പറയുന്നു 1000 ആണ്ട് കർത്താവ് യേശു ഈ ലോകത്തെ ഭരിപ്പാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ഏത് ഇസത്തിൽ വിശ്വസിച്ചാലും, ഏത് സിസത്തിൽ വിശ്വസിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാലും മനസ്സിലാക്കണമേ, സ്തോത്രം, 4-5 വർഷമല്ല സഹോദരങ്ങളെ, 1000 ആണ്ട് സമാധാനത്തോടെ ഈ ലോകത്തെ ഭരിപ്പാൻ യേശു കർത്താവ് കടന്നു വരുവാൻ പോകുന്നു.